കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഈ എളിയ എപ്പിസോഡിലേക്ക് എളിയ മനുഷ്യൻ്റെ സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് പലരും വിളിച്ച് ചോദിച്ചതും കമൻറ്റിൽ വന്നതും, കമൻറ്റിലാണ് ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി, കിട്ടുന്നുള്ള പരാതി മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും ഫോണുകൾ എടുക്കുകയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യാത്ത. കവടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാനോ അങ്ങനെ സംസാരിക്കാനോ പറ്റില്ല. അതുകൊണ്ടാണ് അത് നിർദ്ദയം ക്ഷമിക്കുക. വീണ്ടും നിങ്ങൾ വിളിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പം പറയുന്നതായിട്ടുള്ള വിഷയം കമൻറ്റിൽ വന്ന ഒത്തിരി പ്രാവശ്യമാണ്. വ്രതത്തെക്കുറിച്ച് ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വ്രതം എടുക്കുമ്പോൾ ഒരിക്കലെടുക്കുകയും വ്രതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരിക്കലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഒരിക്കലേ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള സമയത്തെങ്കിലും ശുദ്ധവും വൃത്തിയൊക്കെ ആയിട്ടിരുന്ന് ഫ്രൂട്ട്സുകൾ, ആപ്പിള്, മുന്തിരി, ഓറഞ്ച് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഉപവാസം അനുഷ്ഠിക്കുന്നവർ ഒരു വെള്ളം പോലും കുടിക്കാതെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്, കഠിനമായിട്ട് എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ രോഗവും ദുരിതവും ഒക്കെ ഉള്ളവർ അതിൻ്റെ അനുസരിച്ച് അവരവരുടെ ശരീരസ്ഥിതി അനുസരിച്ചിട്ട് മതി. എൻ്റെ ശരീരസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഷർട്ടല്ലേ എനിക്കിടാൻ പറ്റുള്ളൂ. എനിക്കൊരു 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഷർട്ട് എനിക്കിടാൻ പറ്റത്തില്ലോ, വലിച്ചിടാൻ പറ്റില്ലല്ലോ, ഒട്ട് കയറ്റുമോ? ഇല്ല. അപ്പം അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ. മനസ്സ് ശരീരം എപ്പോഴും ശുദ്ധമായിരിക്കണം. എന്തുദ്ദേശിക്കുന്ന ആ ഉദ്ദേശഫലത്തോടു കൂടി വേണം വ്രതം എടുക്കാൻ. ഏത് ദേവതയെ ഉദ്ദേശിച്ചാണോ, ഭദ്രയാണോ, ദുർഗയാണോ, ശിവനാണോ, ശാസ്താവാണോ, ഏത് ദേവതയെ ഉദ്ദേശിക്കുന്നോ അതിനെ പ്രീതിപ്പെടുത്തുക, അതിനെ പരിചരിക്കേണ്ട രീതി പരിചരിക്കുക, ആ രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ക്ഷേത്രങ്ങളിലും ഒക്കെ ചെയ്യുക, ഭക്തി പുരസരം അന്ന് കാണുക, അന്ന് ശരീരം മനസ്സ് ശുദ്ധമാക്കുക. ഇതൊക്കെയാണ് വ്രതത്തിൻ്റെ ആയിട്ടുള്ള പ്രാധാന്യം. അങ്ങനെയൊക്കെ വ്രതം എടുത്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകത്തുള്ളൂ. വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനെ നല്ലതായിട്ട് ശുദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചിരിക്കുക ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതൊന്നും കഴിക്കാൻ തന്നെ അറിയാം. ഈ വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞാൽ വയാഗ്ര പോലുള്ള ഒരു സാധനമാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ പല നാഡീചരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളോ ഒന്നും ആസക്തികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഉള്ളി അല്ലെങ്കിൽ പിന്നെ വെളുത്തുള്ളി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് എല്ലിനുമൊക്കെ മോശമായിട്ടുള്ള ബാധിക്കുന്നതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിൽ തന്നെയും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വ്രതങ്ങൾ എടുക്കേണ്ടതും. അല്ലെങ്കിൽ ശുദ്ധവൃത്തിയോടുകൂടിയാണ്. ഇപ്പോൾ ഒരിക്കലിൻ്റെ കാര്യവും പിന്നെ വ്രതാനുഷ്ഠാനവും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്ന് തന്നെ. വ്രതം മറ്റേത് ആഹാരം കഴിച്ചെടുക്കുന്നു, ഇതിപ്പോൾ ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഭയഭക്തി ബഹുമാനത്തിന് കൂടുതൽ ആഹാരം ഒന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പഴയ ആചാര്യന്മാർ ഉച്ചക്കൊക്കെ കിടന്ന് ഉറങ്ങിപ്പോകും നമ്മൾ, ഇല്ലേ? അതുകൊണ്ടൊക്കെയാണ് ക്ഷീണം ഉണ്ടാകുക. അതല്ലല്ലോ, ശരീരം ശുദ്ധമാണ്. നമ്മൾ കണ്ടല്ലേ 41 ദിവസം വ്രതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ശുദ്ധമാവും. ആ ദുർമനസ്സൊക്കെ ഒന്ന് പോയി നമ്മുടെ ശരീരം ശുദ്ധമായി നമ്മുടെ ആരോഗ്യവത്തനാവും. പച്ചക്കറി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ശുദ്ധി ഉണ്ടാവും. വയറ് അശുദ്ധമാകത്തില്ല. ഒരു അഴുക്കുകളും വയറ്റിലുണ്ടാവില്ല. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും. തലച്ചോറ് വർക്ക് ചെയ്യും. വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സാരസ്വത മന്ത്രം പോലാണ്. ബുദ്ധി വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സാധനമാണ് വ്രതം എടുക്കുക. ഫാസ്റ്റിങ് ഇതിനൊക്കെ വേണ്ടിയാണ്. അതാണ് ആചാര്യന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് തേജസ് ഉണ്ടാവും, നല്ല ബുദ്ധികളുണ്ടാവും, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തോന്നും, ഇല്ലേ? നമ്മളിപ്പോൾ ശബരിമല വന്നു, വ്രതം എടുക്കുക 41 ദിവസത്തെ. ആ സമയത്ത് നല്ല ഭയഭക്തിയായിരിക്കും. ആരും ഒന്നും പറയില്ല. ആ നാക്ക് വളച്ചാൽ തന്നെ നമുക്ക് തോന്നിയ സ്വാമിയാണ്, അല്ലേ? ഒരു ക്ലാസ്സിൽ ചെന്നപ്പോൾ ഒരു കുട്ടി, ഇന്നത്തെ കാലത്ത് ടീച്ചർമാരും കുട്ടികളെ അടിക്കില്ല, എങ്കിൽ തന്നെ അടിക്കത്തില്ല. സ്വാമിയാണോ? ആ ഒരു ഭയഭക്തി ബഹുമാനം. കൊച്ചതാണെങ്കിലും വലുതായാലും ഒക്കെ സ്വാമി തന്നെയാണ്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിൽ കാണുക. അപ്പം ഇങ്ങനൊക്കെ വ്രതം ഏത് രീതിയിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടുള്ള, അത് എപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി, എൻ്റെ ആരോഗ്യസ്ഥിതി വേറെ ആയിരിക്കാം. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വേറെ ആയിരിക്കാം. ഇതിനേക്കാളും നല്ല ആരോഗ്യസ്ഥിതി, പുഷ്ടി മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കാം നിങ്ങൾക്ക്. വേറൊരാൾക്ക് അതിലും കൂടുതലുള്ളതായിരിക്കാം. പിന്നെ മറ്റുള്ളവർക്ക്, ഇല്ലേ? കാണുന്ന പോലെ അല്ലായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ അല്ലായിരിക്കും ഞാൻ. എൻ്റെ ആരോഗ്യസ്ഥിതി ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിട്ടിരിക്കുന്ന സമയം ഉണ്ടാകാം.
അപ്പോൾ ആരോഗ്യത്തിനൊത്ത് നമ്മുടെ രീതിയൊത്ത് വ്രതം എടുക്കുകയാണ് ഏറ്റവും ഉത്തമമാണ്. മറ്റുള്ളവർ പറയുന്നത് അനുകരിക്കാതിരിക്കുക എന്നുള്ള അറിവുള്ള ഒരാളിനോട് ചോദിക്കുക. അറിവുള്ള ആളിനോട് ചോദിച്ച് മനസ്സിലാക്കി. അറിവുള്ള ആൾ പറയുന്നതൊക്കെ ഗുരുക്കന്മാരാണ്. ഒരുപാട് അറിവുള്ള ആൾക്കാരുണ്ട്. അറിവുള്ള നമ്മുടെ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ, ഇവിടെ തിരുവല്ലയിൽ, അല്ലെങ്കിൽ തൃശ്ശൂർ ഏരിയ, ആലപ്പുഴ ഏരിയ അറിവുള്ള ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. എനിക്ക് അവരെയൊക്കെ കാണാൻ ഭയങ്കര ബഹുമാനമാണ്. അവരോട് സംസാരിച്ചിരിക്കാനും ഒക്കെ വളരെ വളരെ നന്മയൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരവസ്ഥ, നന്മയൊക്കെ പറഞ്ഞിരുന്നതായിട്ടുള്ള ഒരുപാട് അറിവുള്ള ഈ കേരളത്തിൽ ഒരുപാട് അറിവുള്ള ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. അവരെയൊക്കെ പരിചയപ്പെടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ വ്രതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.